എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് DA കുടിശ്ശികയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമുള്ള ഉറപ്പായ പെൻഷൻ നടപ്പിലാക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇക്കാര്യത്തിൽ ജീവനക്കാരും പെൻഷൻകാരും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക അവകാശമല്ലെന്നും ഭരണപരമായിട്ടുള്ള തീരുമാനമാണെന്നും വാദിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വിവാദമായ സാഹചര്യത്തിലാണ് വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 25,000 കോടി രൂപ വരുന്ന DA കുടിശ്ശിക മുഴുവൻ പെട്ടെന്ന് നൽകേണ്ടി വന്നാൽ സിസ്റ്റം തകരുന്നതാണ്, ശമ്പളമടക്കം മുടങ്ങുന്ന സ്ഥിതി വരുന്നതാണ്. ഇതാണ് ചിലർ ആഗ്രഹിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഇത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പ്രായോഗിക സമീപനമാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൊടുക്കാതിരിക്കാനാണെന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. DA അവകാശമാണെന്നാണ് റിട്ട് നൽകിയവരുടെ വാദം. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പല കേസുകളും നിലവിലുണ്ട്. അവയിൽ അന്തിമ വിധി വരാതെ ഇക്കാര്യം തീരുമാനിക്കുവാൻ സാധിക്കുന്നതല്ല. ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി എന്ന നിലയിൽ ഉറപ്പ് നൽകുകയാണ്. കേന്ദ്രം കഴിഞ്ഞ 5 വർഷം കേരളത്തിന് അർഹതപ്പെട്ട 2 ലക്ഷം കോടിയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഈ വർഷം മാത്രം 17,500 കോടിയുടെ കടം നിഷേധിച്ചിരിക്കുകയാണ്. അത് മാത്രം കിട്ടിയാൽ കുടിശ്ശിക ഏറെക്കുറെ നൽകുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലായിരിക്കും കോടതിയിൽ പോയി വാർത്തയുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും ബാലഗോപാൽ വിമർശിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് കേന്ദ്രം DA നൽകിയിട്ടില്ല. ആരെങ്കിലും കോടതിയിൽ പോയോ പങ്കാളിത്ത പെൻഷന് പകരം നിശ്ചിത തുക ഉറപ്പായിട്ട് ലഭിക്കുന്ന പെൻഷൻ പദ്ധതി തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ കടം വെട്ടിക്കുറച്ചതോടുകൂടി കേരളം നൽകിയ കേസ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലുണ്ട്. വിധി അനുകൂലമായാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട DAയുടെ കണക്കിലും തർക്കം തുടരുകയാണ്. ജീവനക്കാരുടെ സംഘടനകളും സർക്കാരും വ്യത്യസ്ത വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. 1% ഒരു മാസം നൽകുവാൻ 60 കോടി രൂപയാണ് ചെലവ് വരുന്നത്. നിലവിലെ 9% നൽകുവാൻ തന്നെ 25,000 കോടി രൂപയ്ക്കടുത്ത് വേണ്ടിവരുമെന്നാണ് ധനകാര്യ വകുപ്പ് കണക്കിലാക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.